നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഞാൻ തന്നെ മശിഹ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 25ഉം 26ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലതും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ശമരിയ സ്ത്രീയോട് ദൈവത്തെ പിതാവായി സമീപിക്കാൻ, ദൈവത്തെ പിതാവായി ആരാധിക്കാൻ സാധിക്കുന്ന ഒരു കാലം വരാൻ പോകുന്നു. അത് ഈ മലയിൽ ആരാധിക്കുന്നവർക്കും യെരുശലേമിൽ ആരാധിക്കുന്നവർക്കും അല്ലെങ്കിൽ ഏത് തരത്തിൽപ്പെട്ടവർക്കും അത് സാധിക്കും. പിന്നെ അതിന് വസ്തുവുമായതൊന്നും വേണ്ട. ആടോ കാളയോ സ്വർണമോ വെള്ളിയോ അല്ലെങ്കിൽ വീഞ്ഞോ പാലോ നെയ്യോ അതൊന്നും വേണ്ട. ഒരു പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ, പിതാവിൻ്റെ അടുക്കൽ ആളുകൾ പിതാവിനോട് നന്ദി പറയുന്നതോ പിതാവിനെ ആദരിക്കുന്നതോ എന്തെങ്കിലും കൊടുത്തല്ലോ, ഒന്നും കൊടുത്തല്ല. അപ്പോൾ ഒരു ഭൂമിയിലൊരു പിതാവിനെ മക്കൾ ആദരിക്കുന്നത് പോലെ നമുക്ക് സ്വർഗസ്ഥ പിതാവിനെ ആദരിക്കാൻ, ആത്മാവിലും സത്യത്തിൽ നീതിയിലും വിശുദ്ധിയിലും ഭയം കൂടാതെ സന്തോഷത്തോടെ ആരാധിക്കാനായിട്ട് കഴിയുന്ന ഒരു കാലം ഇതാ വരാൻ പോകുന്നു എന്ന് ശമരിയ സ്ത്രീയോട് യേശു പറഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരും എന്ന് ഞങ്ങൾ അറിയുന്നു, അല്ലെങ്കിൽ ഞാൻ അറിയുന്നു. ക്രിസ്തു വരുമ്പോൾ എല്ലാം അറിയിക്കും. അവളൊരു സത്യാന്വേഷിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവൾ പറയുകയാണ്, ബൈബിളിലെ പഴയ നിയമത്തിൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ അതാണല്ലോ ശമര്യർക്കുള്ളത്. അതിനകത്ത് ദൈവം മനുഷ്യാവതാരം ചെയ്യുന്ന കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് ആദാം ഹൗവമാരോട് ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും, പുരുഷബന്ധം കൂടാതെ ഒരു കുഞ്ഞ് ജനിക്കാൻ ഇടയാകും, അവൻ പിശാചിനെ തകർക്കും. അതാണ് ആദ്യത്തെ മശിഹയെക്കുറിച്ചുള്ള വാഗ്ദാനം. പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് ദൈവം പറഞ്ഞു, ആവർത്തന പുസ്തകത്തിലും 18-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നെപ്പോലെ ഒരു പ്രവാചകനെ ദൈവം നിങ്ങൾക്ക് അയച്ചു തരും. അതുപോലെ ഇസ്രായേൽ മക്കളെ അഗ്നിസർപ്പം കടിക്കാനിടയായപ്പോൾ ചല കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി ഒരു കൊടിമരത്തിൽ ഉയർത്തി. വാസ്തവത്തിൽ അത് ദൈവപുത്രൻ ഉയർത്തപ്പെടുന്നതിൻ്റെ ഒരു ചിത്രം ആയിരുന്നു. അന്നവർക്ക് മനസ്സിലായില്ലെങ്കിലും ഇതിനകത്ത് ഏതോ ആത്മീക സത്യമുണ്ട്. അതുപോലെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ദൈവം ഒരാടിനെ കൊന്ന് അതിൻ്റെ തോലുകൊണ്ടാണ് അവരെ ഉടുപ്പിച്ചത്. തോലുകൊണ്ട് ഉടുപ്പിച്ചു എന്നേ ഉൽപ്പത്തിയിലുള്ളെങ്കിലും വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. അപ്പോൾ പാപം ചെയ്ത മനുഷ്യനെ ദൈവമുമ്പാകെ നിൽക്കാൻ, ഉടനെ മരിക്കാതെ ദൈവമുമ്പാകെ നിൽക്കാൻ അവരെ സഹായിച്ചത്, അതിനുപോൽബലകമായത് ഒരു ആടിനെ കൊന്നതിനാലാണ്. എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത മനുഷ്യൻ മരിക്കേണ്ടതിന് പകരം പാപം ചെയ്യാത്ത ഒരു ആട് കൊല്ലപ്പെടുവാനിടയായി. ഇതിലേതോ ആത്മീക അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഹാബേൽ ആടിനെ യാഗം കഴിച്ചത്. പിന്നീട് അബ്രഹാമായാലും നോഹയായാലും ഇസഹാക്കായാലും യാക്കോബായാലും ഒക്കെ ഇയ്യോബായാലും ഒക്കെ യാഗം കഴിച്ചത് ആ ഒരു കാര്യത്തോടുള്ള ആഭിമുഖ്യം പുലർത്തിക്കൊണ്ടാണ്. അപ്പോൾ വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ ദൈവം മനുഷ്യനാകുന്ന കാര്യം അല്ലെങ്കിൽ രക്ഷിതാവാകുന്ന കാര്യം, മശിഹയായിട്ട് വരുന്ന കാര്യം ഉണ്ട് എന്നുള്ളത് അവൾ വായിച്ച് മനസ്സിലാക്കി, അല്ലെ കേട്ട് മനസ്സിലാക്കി അവളത് വിശ്വസിച്ചിരുന്നു. യേശുവിനോട് പറയുകയാണ്, മശിഹ വരുമ്പോൾ, മശിഹയ്ക്ക് ജാതി വ്യത്യാസമൊന്നുമില്ല, മശിഹ ശമര്യരെ കൈക്കൊള്ളും, യഹൂദരെ കൈക്കൊള്ളും, അല്ലാത്തവരെ കൈക്കൊള്ളും. മശിഹ വന്ന് തീർച്ചയായിട്ടും എല്ലാവരോടും ഇത് പറയും എന്ന് അവൾ പറയുകയാണ്. അപ്പോൾ യേശു പറയുകയാണ്, സ്ത്രീയെ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. ഈ 4-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ ആദ്യം അവൾ യേശുവിനോട് പറയുന്നത് നീ യഹൂദൻ എന്നാണ്. 9-ാം വാക്യം, സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരി എന്നോട് വെള്ളം ചോദിക്കുന്നത് എങ്ങനെ? അപ്പോൾ യേശുവിനെ ഒരു യഹൂദനായിട്ട് അവൾ കാണുകയാണ്.
രണ്ടാമത് 15-ാം വാക്യത്തിൽ സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ ഇവിടത്തോളം വരാതിരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരിക. ആ യജമാനൻ എന്നുള്ള നിലയിൽ യേശുവിനെ ആദരിക്കുകയാണ്. മൂന്നാമതായിട്ട് 19-ാം വാക്യത്തിൽ സ്ത്രീ അവനോട്, യജമാനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. മൂന്നാമത് അവള് യേശുവിനെ ഒരു പ്രവാചകനായി കാണുകയാണ്. നാലാമത് യേശു അവളോട് പറയുകയാണ്, നീ പ്രതീക്ഷിച്ചിരിക്കുന്ന മശിഹ ക്രിസ്തു ഞാൻ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷകാംക്ഷിച്ചുകൊണ്ട് ഒരു സ്വർഗമുണ്ടെങ്കിൽ എനിക്ക് വേണം, ഒരാത്മീയ ജീവിതമുണ്ട് എനിക്ക് നയിക്കണം, എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം, എനിക്ക് ആ ദൈവത്തെ അറിയണം എന്ന ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ആ സത്യദൈവത്തിൻ്റെ ആ വെളിപ്പാട് എനിക്ക് ലഭിച്ചാൽ, അറിവെനിക്ക് ലഭിച്ചാൽ ഞാൻ ആ ദൈവത്തെ അനുസരിക്കാം എന്നുള്ള ആ ധൈര്യവും സമർപ്പണവും ഉണ്ടെങ്കിൽ ദൈവം അങ്ങനെയുള്ളവർക്ക് അകന്നവനല്ല. അതാണ് ശമരിയ സ്ത്രീ നമുക്ക് നൽകുന്ന പാഠം. ഈ പാഠം പഠിപ്പിക്കാനാണ് നമ്മുടെ കർത്താവ് ശമരിയയിലേക്ക് ഇത്രയേറെ മൈലുകൾ നടന്നു ചെല്ലുവാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഭാഗ്യവശാൽ യേശുവിനെ ക്രിസ്തുവായി, മശിഹയായി, ദൈവത്തിന് മനുഷ്യാവതാരമായി മനസ്സിലാക്കാനായിട്ട്, നമുക്കായി മരിച്ചവൻ ഉയർത്തി ജീവിക്കുന്നവൻ എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചല്ലോ. അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.